പീഡനക്കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം. അതിനിടെ മാപ്പപേക്ഷിക്കുന്ന വീഡിയോ പുറത്തു വന്നതിൻ്റെ മാനഹാനി. ഹൈക്കോടതി അഭിഭാഷകൻ PG മനു ആത്മഹത്യ ചെയ്തത് പീഡനക്കേസിലെ അതിജീവിതയുടെ ഭർത്താവിൻ്റെ പ്രേരണയിലെന്നാണ് ആരോപണം. യുവതിയുടെ വീട്ടിലെത്തി PG മനു മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഭർത്താവെന്നാണ് കണ്ടെത്തൽ. മനുവിൻ്റെ ആത്മഹത്യയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായിരുന്നു PG മനു. ഇയാൾക്ക് കർശന വ്യവസ്ഥകളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യത്തിൽ തുടരുമ്പോഴാണ് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് മറ്റൊരു യുവതിയും രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ PG മനുവും സഹോദരിയും ചേർന്ന് ഈ യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയിൽ യുവതിയുടെ ഭർത്താവ് എന്ന് കരുതുന്നയാൾ PG മനുവിനോട് ആത്മഹത്യ ചെയ്യാൻ പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതേസമയം യുവതിക്കെതിരായ അതിക്രമം സംബന്ധിച്ച് പരാതിപ്പെട്ടതായി വിവരങ്ങളില്ല. ഈ വീഡിയോ എന്ന് ചിത്രീകരിച്ചതാണെന്നോ ഈ സംഭവത്തിന്റെ മറ്റ് വിശദാംശങ്ങളോ ലഭ്യമല്ല. ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഡ്വക്കേറ്റ് PG മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിരുന്നത് മനുവായിരുന്നു. ഈ കേസിന്റെ ഭാഗമായാണ് അഡ്വക്കേറ്റ് മനു കൊല്ലത്തെത്തി വാടക വീട്ടിൽ താമസം ആരംഭിച്ചത്. ജൂനിയർ അഭിഭാഷകൻ മനുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇതോടെ അഭിഭാഷകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി.